ഈ KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നതിന് പ്രൈവറ്റ് ബസ്സുകാർ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഈ ജൂൺ 15 മുതൽ KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ സർക്കാർ തയ്യാറായി കഴിഞ്ഞു. പിന്നെ അതിനെതിരെ പ്രൈവറ്റ് ബസ് അസോസിയേഷനും പ്രൈവറ്റ് ബസ് ഉടമകളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നല്ലൊരു പദ്ധതി അല്ലെങ്കിൽ നല്ലൊരു സമ്പ്രദായം വരുമ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ച് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ് വേണ്ടത്. അതൊരു ഏത് പ്രസ്ഥാനമോ ഏത് സംഘടനയോ ഏത് സർക്കാരോ ആകട്ടെ, നല്ലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ കൂടെ നിന്ന് വിജയിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു വഴിമുടക്കിയായിട്ട് നിൽക്കുകയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വിലക്കയറ്റത്തിൻ്റെ ഇടയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ്. ദിവസേന ജോലിക്ക് പോകുന്നവരാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നവരാകട്ടെ, എന്താവശ്യങ്ങൾക്കാകട്ടെ, നമുക്ക് അങ്ങനെ ഒരു യാത്ര, ഒരു സൗജന്യം എന്ന് പറയുമ്പോൾ നമ്മളൊരു മാസം വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു മാസം ഇങ്ങനെ കൂട്ടിമുട്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര ഈ വിലക്കയറ്റത്തിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു സൗജന്യ യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമാണ്, സന്തോഷകരമാണ്. ഈ VD സർക്കാർ അധികാരത്തിലേറാൻ കാരണമായിട്ടുള്ളൊരു പദ്ധതി തന്നെയാണിത്. ഇവരുടെ ഈ UDFൻ്റെ പ്രകടന പത്രികയിൽ ഒരുപാട് പദ്ധതികൾ പറഞ്ഞു. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട, ഇവർക്ക് ഒരുപാട് വോട്ട് നൽകിയവർ വിജയിക്കാൻ കാരണമായി, ഒരുപാട് ആളുകൾ ഇതിലേക്ക് വന്ന് വോട്ട് ചെയ്ത് ഇവർ വിജയിപ്പിക്കാൻ കാരണമായ പദ്ധതി തന്നെയാണ് ഈ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ തന്നെയാണ് ഇവർ വിജയിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പദ്ധതി ആര് പ്രതിഷേധം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ആ പദ്ധതി സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യും, നടപ്പിലാക്കുക തന്നെ വേണം തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവർ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ഈ നാട്ടിലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. ഗവൺമെൻറ് ലാബുകളുണ്ട്, പ്രൈവറ്റ് ലാബുകളുണ്ട്. അതുപോലെ തന്നെ സപ്ലൈകോ, പിന്നെ റേഷൻ കടകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ്റിലും പ്രൈവറ്റിലും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഗവൺമെൻറ്റിൽ സൗജന്യം നൽകുന്ന കാര്യങ്ങളുണ്ട്, വില കുറഞ്ഞ സംഭവങ്ങളുണ്ട്. അപ്പം ആ പ്രൈവറ്റിൽ അതിൻ്റെതായ അമിത വില ഈടാക്കും. അതല്ലെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് പോവേണ്ടി വരും. അല്ലെങ്കിൽ സൗജന്യമായിട്ട് കിട്ടുന്ന സേവനങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെ അമിത വില ഈടാക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനെയുള്ള സേവനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് സൗജന്യം കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടേക്കൊന്നും ഓടിപ്പോകില്ല. ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ആ ജനസമൂഹത്തിലെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് അവരവർ തിരഞ്ഞെടുത്ത് ഏത് വേണം എന്നുള്ളത് അവരവർ തീരുമാനിക്കും. അല്ലാതെ ഇപ്പം ഒരു നല്ലൊരു സമ്പ്രദായം വരുമ്പോൾ നമുക്കത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ വഴിമുടക്കുന്നത് ശരിയല്ല. ഇപ്പോൾ മറ്റ് സേവനങ്ങളൊക്കെ ഉണ്ടല്ലോ ഗവൺമെൻറ് പ്രൈവറ്റ്. പിന്നെ ഇവർ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ KSRTC ബസ് തന്നെ ലോട്ടറി അടിച്ചാണക്കാണ് വരുന്നത്, വല്ലപ്പോഴാണ് ഒരെണ്ണം കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രൈവറ്റ് കാത്തു നിന്ന് ഇപ്പോൾ സൗജന്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അത് വേണമെന്നവർ സെലക്ട് ചെയ്യും, വേണമെന്നവർ തിരഞ്ഞെടുക്കും അതിലേത് വേണം എന്നുള്ളത്. ഇനി ഇവർ ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാർ അത്ര നല്ല പുള്ളികളൊന്നും അല്ല ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അമിത വേഗതയാണ്. അത് ഈ കയറി കഴിഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ്. എത്തേണ്ടടുത്ത് എത്തി എന്ന് പറയാം. ഇതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്താൽ നീ വേണമെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുമെന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നിടത്ത് സ്റ്റോപ്പിലൊന്നും അവർ നിർത്തൂല. അവർക്ക് ഇഷ്ടമുള്ളിടത്താണ് അവർ കൊണ്ടുവന്ന് നിർത്തുന്നത്. അതുപോലെ തന്നെ ബസ് നിർത്തി ആളിനെ എടുക്കാൻ അവർക്ക് സമയമില്ല. ആളിനെ ഇറക്കാനും ബസ്സിന് ആളിനെ കയറ്റാനും ഉള്ള സമയമൊന്നും അവർക്കില്ല. കാരണം അവർ ഓരോ സെക്കൻഡ് വെച്ചിങ്ങനെ ഓടി ഓരോ സ്റ്റോപ്പിലും എത്തുകയാണ്. അപ്പം അവർക്ക് സമയമില്ലാത്ത ആളുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര വന്നതിലൂടെ അവർക്ക് നല്ലതല്ലേ. അവർക്ക് ഓടി അങ്ങ് പോയാൽ മതിയല്ലോ, ആളിനെ എടുക്കണ്ടല്ലോ. അത് ശരിക്കും അവരെ സംബന്ധിച്ച് നല്ല കാര്യമെന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം എന്തായാലും ഇങ്ങനൊരു സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര വന്നതുകൊണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകാർ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഈ പദ്ധതി വന്നതുകൊണ്ട് വരുമ്പോഴേ നമുക്കറിയാം ഇതിനെതിരെ പ്രൈവറ്റ് ബസ്സുകാർ പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ വിജയിക്കാത്ത എതിർ പാർട്ടികൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഉള്ളത് നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. നേരത്തെ നമ്മളിതൊക്കെ നമുക്ക് ഉറപ്പാണ് ഇതൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ സർക്കാർ, VD സർക്കാർ അധികാരത്തിൽ വരാൻ കാരണമായ പദ്ധതിയാണ് ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ
സൗജന്യയാത്ര. ഈ പദ്ധതി നമ്മുടെ ഈ കേരളത്തിൽ മാത്രമൊന്നുമല്ല, വിജയകരമായിട്ട് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ട് നല്ല രീതിയിൽ. കർണാടകയിൽ ശക്തി സ്കീം എന്ന് പറയുന്ന പേരിൽ സ്ത്രീകൾക്ക് ഈ ഗവൺമെൻറ് ബസ്സുകളിൽ സൗജന്യയാത്ര നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സീറോ ബെസ്റ്റിക്കൽ ട്രാവൽ പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കീമിൽ സ്ത്രീകൾക്ക് ഇങ്ങനെ സൗജന്യയാത്ര നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ ഡൽഹി, പഞ്ചാബ് ഇങ്ങനെ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ള സൗജന്യയാത്ര ഗവൺമെൻറ് ബസ്സുകളിൽ സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പല ആളുകളും ഭയങ്കര ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സർക്കാരിന് ഇത്രയും സാമ്പത്തിക ബാധ്യതയൊക്കെ മറ്റ് സർക്കാർ ഇറങ്ങിപ്പോയേക്കുന്നത് എല്ലാം തീർത്തു വെച്ചിട്ടാണല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബാധ്യതകളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൂർത്ത് കുറച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ പദ്ധതികളും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിയും. കഴിഞ്ഞ സർക്കാർ എന്ന് പറയുന്നത് നവകേരള, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കോടികളല്ലേ അതിനൊക്കെ ചിലവാക്കിയത്. അതുപോലെ തന്നെ ഈ മന്ത്രിമാരുടെ കാറുകൾ, മന്ത്രിമാരുടെ വസതികൾ, പിന്നെ മന്ത്രിമാരുടെ വിദേശയാത്രകൾ, ശരിക്കും കഴിഞ്ഞ മന്ത്രിമാരുടെ ഈ കണ്ണട വാങ്ങിക്കാൻ പോലും 19,000 രൂപ ചിലവാക്കി. അപ്പോൾ അതിന് പ്രതിഷേധങ്ങളൊക്കെ ഇവിടെ നടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ ദൂർത്തടിച്ചു. അതുകൊണ്ട് തന്നെ അങ്ങനെ ദൂർത്തടിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള പദ്ധതിയൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. ദൂർത്ത് കുറച്ചാൽ തന്നെയും നമ്മുടെ നികുതി വരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല പദ്ധതികൾ തീർച്ചയായിട്ടും നടപ്പിലാക്കാൻ കഴിയുക തന്നെ ചെയ്യും. പിന്നെ കുറച്ച് പുരുഷന്മാരിടയ്ക്ക് ഞാൻ കമൻ്റൊക്കെ കണ്ടായിരുന്നു, എന്തോ നമ്മളെ തവിട് കൊടുത്ത് വാങ്ങിച്ചാണോ ഞങ്ങൾക്ക് എന്താ സൗജന്യം ഇല്ലാത്തതെന്നൊക്കെ. പക്ഷേ അവർക്കും എല്ലാവർക്കും സന്തോഷിക്കാനുള്ള വകയുണ്ട്. കാരണം ഒരു വീട്ടിൽ നമ്മളൊരു കുടുംബാംഗത്തിനെ എടുത്തു കഴിഞ്ഞാൽ അമ്മ, സഹോദരി, മക്കൾ അങ്ങനെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ അംഗങ്ങൾ കൂടുതൽ തീർച്ചയായിട്ടും സ്ത്രീകൾ തന്നെയാണ്. അപ്പം ഒരു വീട്ടിൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു സൗജന്യത്തിൻ്റെ ഭാഗമാകാൻ തീർച്ചയായിട്ടും കഴിയും. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യം തന്നെയാണ്. സർക്കാർ ഇത് വന്ന ഉടനെ അത് ആ ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടതൊക്കെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതി നടപ്പിലാക്കുക തന്നെ വേണം, നടപ്പിലാക്കുക തന്നെ ചെയ്യും സർക്കാർ.